Plus 2 Political Science Part A Politics in India Since Independence. First chapter Challenges of Nation Building. First question. The process of partition was very difficult to implement and its consequence was painful. Based on this statement, explain the process of partition and its consequence. അതായത് വിഭജന പ്രക്രിയ നടപ്പിലാക്കുക എന്നത് വളരെ പ്രയാസകരവും അതിന്റെ പ്രത്യാഘാതങ്ങൾ വേദനാജനകവുമായിരുന്നു. ഈ ഒരു പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി വിഭജന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദീകരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Indian National Congress established domination in the first 3 general elections in India. Evaluate the performance of Congress Party in 1952, 1957 and 1962 elections. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. 1952, 1957, 1962 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം എപ്രകാരമായിരുന്നു എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ചാപ്റ്റർ പൊളിറ്റിക്സ് ഓഫ് പ്ലാന്റ് ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. സെക്കൻഡ് 5-year പ്ലാൻ വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഡിസ്കസ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്. ലിസ്റ്റ് ഔട്ട് ദ മേജർ ഔട്ട്കംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻസ്. അതായത് ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ഔട്ട്കംസ് റിസൾട്ട് എന്തായിരുന്നു എന്നും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് 4th ചാപ്റ്റർ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് ഓഫ് ഇന്ത്യ ചൈന വാർ ആൻഡ് എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ഇൻഡോ പാക് വാർ ഇൻ 1971 ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ കാരണം എന്താണെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് 5th ചാപ്റ്റർ ചലഞ്ചസ് ടു ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഡിസ്കസ് ദ മേജർ ഇഷ്യൂസ് വിച്ച് ലെഡ് ടു ദ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 1969. 1969 കോൺഗ്രസ് പാർട്ടി പിളരാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. നെക്സ്റ്റ് 6th ചാപ്റ്റർ ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഓൺ 1975. അതായത് 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് 8th ചാപ്റ്റർ റീജിയണൽ ആസ്പിറേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ കാശ്മീർ ഇഷ്യൂ. എന്താണ് കാശ്മീർ പ്രശ്നമെന്ന് വിശദമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇന്ത്യ ആഫ്റ്റർ 1989 witnessed 5 developments which has long lasting impact on our politics. Briefly explain them. അതായത് 1989 ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് പ്രധാനപ്പെട്ട 5 വികസനങ്ങളിലായിരുന്നു. ഈ വികസനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വിശദീകരിച്ച് എഴുതേണ്ടതാണ്. 5 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പൊളിറ്റിക്സിന്റെ പാർട്ട് 2B ആണ്. കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സെക്കൻഡ് ചാപ്റ്റർ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ട്രേസ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനുള്ള കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. 3rd ചാപ്റ്റർ US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ആഫ്റ്റർ ദ കോൾഡ് വാർ USA ഡൊമിനേറ്റ്സ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഡിസ്കസ് ദ ഹെജിമോണിക് പവർ ആൻഡ് എക്സ്പ്ലെയിൻ 3 areas ഓഫ് ഹെജിമണി. അതായത് ശീതയുദ്ധത്തിന് ശേഷം USA ലോക രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളിലും മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. മേധാവിത്വം എന്താണെന്നും മേധാവിത്വത്തിന്റെ 3 മേഖലകൾ എന്തെല്ലാമാണെന്നും വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 4th ചാപ്റ്റർ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. അതായത് ദ ചൈനീസ് എക്കോണമി ഹാസ് അണ്ടർഗോൺ സെവറൽ ട്രാൻസ്ഫോർമേഷൻസ്. ഐഡന്റിഫൈ ദ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ചൈന ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ് ടു ബിക്കേം ആൻ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. അതായത് ചൈനയുടെ സമ്പദ്ഘടന നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ചൈന സ്വീകരിച്ച വികസന തന്ത്രങ്ങൾ കണ്ടെത്തി അത് എങ്ങനെ ചൈനീയ അധികാരത്തിന്റെ ബദൽ കേന്ദ്രമാക്കി മാറ്റുന്നതിന് സഹായിച്ചു. അപ്പോൾ ഇതും പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. 6th ചാപ്റ്റർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൗ ഡു യു സപ്പോർട്ട് ഇന്ത്യസ് കാൻഡിഡേച്ചർ ഫോർ പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് UNO. ജസ്റ്റിഫൈ യുവർ ആർഗ്യുമെന്റ്സ്. അതായത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന വാദത്തെ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കുന്നു? നിങ്ങളുടെ വാദഗതികളെ ന്യായീകരിക്കുക. ഇത് 4 മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിരിക്കുക.